യേശുക്രിസ്തുവും ബൈബിളിലെ യേശുക്രിസ്തുവും ആ, ബൈബിളിൽ ഇവര് കർത്താവായി അംഗീകരിക്കുന്ന യേശുക്രിസ്തുവും ഇപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഓക്കെ, ഒരു കാര്യം എടുക്കാം. വിവാഹം. വിവാഹം എന്ന വിഷയത്തിൽ ബെൻസൺ വിവാഹിതനാണോ അറിയില്ല. വിവാഹം എന്ന വിഷയത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്താണ്? വിവാഹം കഴിക്കണമെന്നാണോ വിവാഹം കഴിക്കരുത് എന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളും ഉണ്ട്. വിവാഹം കഴിക്കാൻ ക്രൈസ്തവനായ ബെൻസണ് എന്താണ് മാതൃക? ഒന്ന് പറയൂ. ബെൻസൺ വരൂ, മുകളിൽ വരൂ. വിവാഹം കഴിക്കാൻ യേശുക്രിസ്തുവിൽ എന്താണ് മാതൃക? വിവാഹം കഴിക്കരുത് എന്നാണോ വിവാഹം കഴിക്കണം എന്നാണോ യേശുക്രിസ്തുവിന്റെ മാതൃക? ബെൻസൺ വിവാഹം കഴിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ മാതൃകയാണോ പിൻപറ്റിയത്, അതോ മറ്റാരുടെങ്കിലും മാതൃകയാണോ? ക്രിസ്തുവോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോ അവരാരും വിവാഹം കഴിച്ചിരുന്നില്ല. ഓക്കെ, വിവാഹം കഴിച്ചു എന്നതിന് തെളിവുമായി വിടുക. എന്നാൽ ബെൻസണ് വിവാഹം കഴിക്കാൻ ജീവിതത്തിൽ മാതൃകയില്ല. ബെൻസന്റെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കാൻ യേശുക്രിസ്തുവിലോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലോ വിവാഹം കഴിക്കാൻ മാതൃകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മക്കളുമുണ്ട്. ഓക്കെ, 2. ബെൻസൺ ചോദ്യം ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് മാത്രം നിന്ന് പറയുമെന്ന് ഒരു കമന്റ് ഇട്ടുണ്ട്. അതും കൂടെ ഒന്ന് നബിൽ അഡ്രസ് ചെയ്യും. താഴെ ഒരു ഒരു ക്വസ്റ്റ്യൻ കൂടെ. കാരണം ഏതൊരു കാര്യവും നമ്മള് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ, കാരണം ബെൻസൺ നിൽക്കുന്ന ഒരു മാതൃക ഒരു ഒരു ബേസ് കൂടി മനസ്സിലാക്കണമല്ലോ. ബെൻസൺ നിൽക്കുന്നത് വിവാഹം കഴിക്കാനേ പാടില്ല എന്നുള്ള ബേസിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ചോദിക്കുന്നത്. അപ്പൊ ഒന്നാമതായി ഒരു തലമുറ നിലനിൽക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വിവാഹം കഴിക്കുക എന്ന പ്രക്രിയയിൽ യേശുക്രിസ്തുവിലോ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലോ മാതൃകയില്ല. ബെൻസൺ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗമല്ല പിൻപറ്റുന്നത്. ക്രിസ്തുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിക്കാൻ മാതൃകയില്ല. വിവാഹം കഴിക്കാതിരിക്കൽ അത്രേ നല്ലത് എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുമല്ല, ബെൻസൺ ചെയ്തതാണ് ചോദിക്കുന്നത്. അതും കൂടെ ഒന്ന് പറയാം. കൊടുത്തോട്ടം ആ സംഭവത്തിൽ ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ 5 or 10 മാതൃക പറയൂ, പക്ഷെ ഞങ്ങൾക്ക് ഉപദേശം വേണ്ട, ചെയ്ത് കാണിച്ച മാതൃക വേണം. അത് പുള്ളി വെച്ച ഒരു ക്ലാസ് ആണത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ഈ 9 വീഡിയോ ചെയ്തിരിക്കുന്നത്. ബെൻസന്റെ ശ്രദ്ധയ്ക്ക് ഒരു മിനിറ്റ്. അല്ല, വെച്ചേണ്ട ആവശ്യമില്ല. ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, അത് ചോദ്യം തന്നെ തെറ്റാണ്. ഉപദേശം പാടില്ല എന്ന് പറഞ്ഞ തെറ്റ്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും കൊടുത്തോളം ചോദിച്ചതിന് ചെയ്ത് കാണിച്ച മാതൃക മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 ഭാര്യമാരെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ബെൻസന്റെ പരാതി. ഓക്കെ, യേശുക്രിസ്തു അറിയപ്പെടുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ വിളിപ്പേര് ദാവീദ് പുത്ര എന്നാണ്. ദാവീദിന് എത്ര ഭാര്യമാരുണ്ട്? ഭാര്യമാര് മാത്രമല്ല, വെപ്പാട്ടിമാരും ഉണ്ട്. ആരെയാണ്? യേശുക്രിസ്തുവിന്റെ വിളിപ്പേരായിട്ടുള്ള ദാവീദ് പുത്ര എന്ന് വിളിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ വിളിപ്പേരുള്ള ദാവീദ് പുത്ര ദാവീദിന് എത്ര ഭാര്യയുണ്ട്, എത്ര വെപ്പാട്ടിമാരുണ്ട്? ഓക്കെ, അപ്പോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് ആ നാട്ടിലെ നിയമക്രമം അനുസരിച്ചുകൊണ്ട് അവിടെ ആ രാജ്യത്ത് എന്താണോ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്ത് നിയമമാണ് ഉള്ളത്, ആ നിയമം തന്നെയാണ് ആ കാര്യത്തിലുള്ളത്. ഇനി നമ്മൾ എന്തുകൊണ്ട് 13 ഭാര്യമാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതിയെങ്കിൽ, ഇസ്ലാമിൽ സത്യവിശ്വാസികൾക്ക് എന്താ പറയാ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ കൽപ്പനയുണ്ട്. എന്നാൽ ആ ഭാര്യമാർ 4 എണ്ണമേ മാത്രം പാടുള്ളൂ എന്ന് നിയന്ത്രണമുണ്ട്. ഏതുപോലെ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്മാർക്ക് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. എല്ലാ ദിവസവും രാത്രി തഹജ്ജുദ് നിസ്കാരം, അതായത് ഫജ്ർ നിസ്കാരത്തിന് മുമ്പ് ഒരു 3:30-4 മണിക്ക് എണീച്ച് പ്രവാചകന്മാർക്കെല്ലാം തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. എന്നാൽ സത്യവിശ്വാസികൾക്ക് അത് സുന്നത്താണ്. നിർബന്ധമായ നിസ്കാരം 5 ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകന്മാർക്കെല്ലാം തഹജ്ജുദ് നിസ്കാരം അവർക്ക് ഫർളാണ്, അവർക്ക് നിർബന്ധമാണ് തഹജ്ജുദ് നിസ്കാരം. അതുപോലെ രണ്ടാമത്തെ കാര്യം, വിവാഹത്തിന്റെ കാര്യത്തിൽ ബെൻസനെ ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞ ഒന്ന്, ബെൻസന് വിവാഹം കഴിക്കാൻ യേശുക്രിസ്തുവിൽ മാതൃകയില്ല, ശിഷ്യന്മാരിൽ മാതൃകയില്ല. വിവാഹിതനല്ലാതെ
ബ്രഹ്മചാരിയായി കഴിയാനാണ് ബെൻസന് നിയന്ത്രണമുള്ളത്. വിവാഹം കഴിക്കാനേ പാടില്ല. ലൈംഗിക വ്യവസ്ഥയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ താങ്കൾ ക്രിസ്ത്യാനിയല്ല, യേശുക്രിസ്തുവിന്റെ ഉപദേശം അനുസരിച്ച്. കാരണം വിവാഹം കഴിക്കാതിരിക്കലാണ് നല്ലതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കുകയാണെങ്കിൽ താങ്കൾ ക്രിസ്ത്യാനിയല്ല, കാരണം ക്രിസ്തുവിൽ മാതൃകയില്ല. ഇനി അടുത്തത് ഭരണാധികാരി എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മദീന പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു ഭരണത്തിന് മുമ്പ്. ക്രിസ്തുവിന്റെ കാലത്ത് ക്രിസ്തു ഏതെങ്കിലും രാഷ്ട്രം ഭരിക്കാനോ ഭരണ സംവിധാനമോ അതിനുള്ള നിയമരേഖയോ നൽകിയിട്ടുണ്ടോ? 3, യേശുക്രിസ്തുവിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? വളരെ മൃഗീയമായി ആ നാട്ടുകാർ മുഖത്ത് തുപ്പുകയും മൃഗീയമായി ഉപദ്രവിക്കുകയും അങ്ങനെ മരക്കുരിശിൽ കെട്ടിത്തൂക്കി കൊല്ലുകയുമാണ് ചെയ്തത്. അത്തരത്തിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യം? ശത്രുക്കൾ വളയുമ്പോൾ പോലും ആ യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടായി. ശിഷ്യന്മാര് പോലും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു ചെയ്തത്. കാരണം അത്രയും ഏറ്റവും നിർണായകമായ അവസ്ഥയിൽ, ബൈബിൾ പ്രകാരം യേശുക്രിസ്തുവിന്റെ ഏറ്റവും നിർണായകമായ അവസ്ഥയിൽ ശിഷ്യന്മാർ ഇട്ടെറിഞ്ഞിട്ട് ഓടുകയാണ് ചെയ്തത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാർ ഏറ്റവും അവസാന കാലം വരെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മേലിൽ ഒരു പോറിൽ പോലും ഏൽക്കാതെ കാവലായി ഉണ്ടായിരുന്നു. അപ്പോ വിവാഹം കഴിക്കാനുള്ള കാര്യത്തിലും രാജഭരണം എന്നുള്ള കാര്യത്തിലും ശിഷ്യന്മാർ കൂടെയുള്ള എന്ന കാര്യത്തിലും ശിഷ്യന്മാർ എന്തിനായിരുന്നു എന്നുള്ള കാര്യത്തിലും 3 കാര്യത്തിൽ കൃത്യമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മാതൃക ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബെൻസിന് റെഫ്യൂട്ട് ചെയ്യാം, കയറി വന്ന് സംസാരിക്കാം. 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. കയറി വരൂ ബെൻസൺ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മറ്റ് ഇതര കൂടുതൽ ഭാര്യമാരുള്ള ആളെ വേണമെന്നല്ലേ? കയറി വരൂ, പറഞ്ഞു തരാം, പേര് തരാം. ശരി, ഓക്കെ. ബെൻസന്റെ പ്രശ്നം മാതൃക ചോദിച്ചു, അല്ല 3 ഞാൻ കാര്യം ആദ്യം പറഞ്ഞു. ചോദ്യം ചോദിക്കട്ടെ. അല്ല, അല്ല, മാതൃക 3 എന്ന് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു. നിങ്ങൾ അല്ല, ഒരു മിനിറ്റ് ചെയ്തേക്കുന്നത് ബെൻസൺ. ഇതൊരു മാതൃകയല്ല. കാരണം ബെൻസൺ വെയിറ്റ് ചെയ്യൂ. 13 ഭാര്യമാരെ ഉണ്ടാക്കുക എന്ന് ബെൻസൺ പറയുന്നത് ബഹളം വെക്കല്ലേ? മാതൃകയാണോ? ബെൻസൺ മാതൃകയല്ല. ബഹളം വെക്കല്ലേ? ഞാൻ സ്വാഭാവികമായിട്ട് ബഹളം ചോദ്യം വെക്കല്ലേ? ചോദിച്ചതാണ്. വന്ന് കയറി ഉടനെ ബഹളം വെക്കല്ലേ ബെൻസ? സമാധാനമായിട്ട് സംസാരിക്കാം. എന്തിനാ ബഹളം വെക്കുന്നത്? എന്തിനാ? അയ്യോ, ഞാൻ സമാധാനം ബെൻസൺ സംസാരിക്കുകയാണ്. ചോദിച്ചത് ബെൻസൺ മ്യൂട്ട് ചെയ്യാം. വിവാഹം കഴിക്കാൻ ബെൻസന് യേശുക്രിസ്തുവിൽ മാതൃകയുണ്ടോ? ഞാനിപ്പോ ചോദിച്ചത് ഖുറാനിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയണേക്ക് ഞാനത് ഒരു അത് മിനിറ്റ് ബെൻസൺ. ചോദിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നിങ്ങൾ ചോദിച്ചത്. തന്നെ കാക്കാമാർ ബൈബിൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ വന്ന സമയത്ത് ഇവർ ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. ആ സമയത്ത് ഖുറാനിൽ നിന്ന് ഒരു അക്ഷരം ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു അക്ഷരം എന്റെ ഖുറാൻ സഹോദര, എന്ന് നിങ്ങൾക്ക് ഒരു വാക്കോ മാതൃകയാണല്ലോ നിങ്ങളുടെ വേണ്ടത്. പുസ്തകത്തിൽ നിന്ന് ഒരു വാക്കോ ഞാൻ അവിടെ ചോദിച്ചിട്ടില്ല മുഹമ്മദ് ഇതുവരെ. സ്വല്ലല്ലാഹു മാതൃകയാണല്ലോ വേണ്ടത്. അപ്പൊ മാതൃക നമ്പർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മാതൃക ഖുറാനിൽ നമ്പർ നിന്ന് 1, ചോദിക്കുമ്പോൾ നിങ്ങൾ വിവാഹം എന്തിനാണ് കഴിക്കാൻ. ബൈബിളിലോട്ട് വരുന്നത്? ഒരു മിനിറ്റ് ബെൻസൺ, ഒരു മിനിറ്റ്. അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറയാം. ബഹളം വെക്കല്ലേ ബെൻസ, ബഹളം വെക്കല്ലേ. താങ്കൾ ചോദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എന്തെങ്കിലും മാതൃകയുണ്ടോ? അത് മാതൃക എന്ന് പറയുന്ന മോഡൽ, ഒരാളുടെ ജീവിതത്തിൽ പാലിക്കാൻ എന്തെങ്കിലും മോഡൽ ഉണ്ടോ, മാതൃകയുണ്ടോ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വിവാഹത്തിലുള്ള മാതൃക. വിവാഹം കഴിക്കാൻ ഒരു സത്യവിശ്വാസികൾക്ക് ഏതൊരു മനുഷ്യനും വിവാഹം കഴിക്കാൻ അർഹതയുണ്ട്. വിവാഹം കഴിക്കണം എന്ന് യാ മഅ്ശറ ശബാബ് എന്ന് പറഞ്ഞ് യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ള കൽപ്പന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. വിവാഹം കഴിക്കാൻ ക്രിസ്തു യേശുവിൽ മാതൃകയുണ്ടോ ബെൻസ? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിവാഹം കഴിക്കുന്നത് മാതൃകയാന്ന് പറഞ്ഞു. അത് മുഹമ്മദ് നബി എല്ലാരും കാണിച്ചു കൊടുത്ത മാതൃക. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് എത്ര വിവാഹം കഴിച്ചേ? 13 വരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോന്നോരോന്നും പോവാം. ഒറ്റ കാര്യം സുജു, നമ്മളിപ്പോൾ ഈ ഒരു താരതമ്യം അല്ലെങ്കിൽ ഒരു മാതൃക ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അവസ്ഥയും താല്പര്യവും വെച്ചിട്ട് അളക്കുക എന്നതിലൊരു യുക്തിയില്ല. കാരണം നിങ്ങളുടെ ആയിരിക്കില്ല എൻ്റേതായിരിക്കില്ല എന്നവൻ്റെ ആയിരിക്കില്ല ബെൻസൻ്റെത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് താല്പര്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ അളക്കുമ്പോൾ 2 പ്രമാണത്തെയും വെച്ചുകൊണ്ട് വേണം താരതമ്യം ചെയ്യാൻ. നബിൽ ഭായ് കാര്യം മനസ്സിലായോ? അത് ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞു. അതിലെന്താണ് ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാതൃക?
ഇനി വിവാഹം ഇപ്പം അത് ബെൻസ് ബ്രദർ നേരത്തെ ചോദിച്ചു, വിവാഹം ഒന്നിലധികം വിവാഹം കഴിക്കുന്നതിൽ എന്ത് മാതൃകയാണുള്ളത് എന്നുള്ളത്. അത് ആരെ സംബന്ധിച്ചാണ്? ബെൻസിനെ സംബന്ധിച്ച് അതിൽ ചിലപ്പം മൂപ്പര് യുക്തി കാണുന്നുണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനകത്ത് അധികം യുക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ച് ധാരാളം യുക്തിയായിരിക്കാം. ഓക്കെ, ഒന്നിലധികം സ്ത്രീകളുമായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളത് ഒരു പരിധിവരെ ലോകത്തിൻ്റെ മുഴുവൻ താല്പര്യമാണത്. എന്ന് വെച്ചാൽ ചില ആളുകൾ വിവാഹം കഴിച്ചുകൊണ്ട്, ചില ആളുകൾ അതല്ലാതെയും, എല്ലാവർക്കും താല്പര്യമുള്ളൊരു സംഭവമാണ് പുരുഷനെ സംബന്ധിച്ച്. അപ്പോൾ പക്ഷേ അതൊന്നും നമ്മൾ വെക്കണ്ട, അത്തരത്തിലുള്ള ഒന്നും നമ്മൾ ലോജിക്കായിട്ട് വെക്കണ്ട, താരതമ്യം ചെയ്യാൻ അളവുകോലായി വെക്കണ്ട, പ്രമാണം അളവുകോലായിട്ട് വെക്കുക. അപ്പം അധികം വിവാഹം കഴിക്കുന്നത് എന്ത് മാതൃകയാണ് അതിലുള്ളത് എന്ന് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചോദിക്കാതെ എൻ്റെ പ്രമാണം അതിലെന്ത് പറയുന്നു എന്ന് നോക്കുന്ന തരത്തിലേക്ക് ചർച്ച പോയാൽ ഒന്നും കൂടെ നമുക്ക് ഒരു ലിമിറ്റാക്കാൻ പറ്റും. എന്നുവെച്ചാൽ വൈഡിലേക്ക് പോവാതെ ഒരു ലിമിറ്റായി കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അവസാനം അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ, ഒന്നിലധികം ബഹുഭാര്യത്വം എന്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രമാണവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ എന്ന് പറഞ്ഞ മുഖ്യനായ പൗലോസും ഇനി യേശു ആണെങ്കിലും ബഹുഭാര്യത്വത്തെക്കുറിച്ച് എന്ത് പറയുന്നു, ഈ രൂപത്തിൽ താരതമ്യം ചെയ്ത് പഠിച്ചു പോകുക എന്നുള്ളതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എങ്കിൽ അങ്ങനെ എടുക്കാം. വിവാഹം കഴിക്കാൻ എന്തായാലും യേശുവിൽ മാതൃക ഇല്ല എന്ന് ബെൻസൺ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല യേശുവിൽ മാതൃകയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം യേശുക്രിസ്തു ഇവിടെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് ഒരൊറ്റ ഒരു ഉദ്ദേശം മാത്രമുള്ളൂ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ യേശുക്രിസ്തുവിനുള്ളൂ. അല്ല ഞാൻ പറയുന്നൊക്കെ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ഒരു മാതൃക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത രാത്രിയില്, അല്ല ഞാൻ പറഞ്ഞേ, യേശുക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത രാത്രിയില് പറയും. നമുക്ക് ക്ലിയർ ചെയ്ത് പോരുന്നുണ്ട്. താങ്കളുടെ ജീവിതത്തിന്റെ A to Z താങ്കൾ പിൻപറ്റുന്നത് ക്രിസ്തു യേശുവിനെ അല്ലേ? അല്ലേ ബെൻസ? അതെ. അപ്പോ താങ്കളുടെ ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ യേശു ക്രിസ്തുവിൽ മാതൃകയുണ്ടോ? ഇല്ല, മാതൃക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് മാതൃക അതിനകത്ത് തന്നെ ബൈബിളിൽ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷൻ ഒറ്റയായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ള വാക്യമുണ്ട്. അതിനർത്ഥം എന്താണ്? അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈബിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ യേശു ക്രിസ്തുവിന് മാതൃക ഉണ്ട്. ബൈബിളിൽ തന്നെ ഇഷ്ടംപോലെ വാക്യങ്ങൾ വിവാഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അത് യേശുവിന് മുമ്പേ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അങ്ങനെയാണ്. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. അല്ലല്ല നിക്ക് അതിനു മുമ്പ് നിങ്ങളിപ്പോ ഇങ്ങോട്ട് ചോദിച്ചത് എന്റെ രണ്ടാമത്തെ, നിങ്ങൾ ചോദിച്ചത് അതിനു മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. മുഹമ്മദിൽ കണ്ടിരിക്കുന്ന മാതൃക ഇപ്പൊ വിവാഹമാണ്. വിവാഹം കഴിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ച 13 ഭാര്യമാരാണ്, 13 പേര്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാതൃകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഫോളോ ചെയ്യാത്തത്? അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ബഹുഭാര്യത്വത്തിലേക്ക് നിങ്ങൾ അതെന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല? അതെടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് കയറിയാൽ മതി. അങ്ങനെയല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം നിങ്ങൾ ബൈബിളിൽ നിന്ന് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഞാൻ ബൈബിളിൽ തന്നെ നിന്നിട്ടാണ് നിങ്ങളൊരു ഉത്തരം പറഞ്ഞത്. അറിയാം. എന്റെ പൊന്നെ ബെൻസ, ഒരു മിനിറ്റ്. ബഹുഭാര്യത്വത്തിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം ഒരു വിവാഹം കഴിക്കണ്ടേ? ഒന്ന് കഴിച്ചിട്ടല്ലേ ആദ്യം ബാക്കിയുള്ളത് കെട്ടുക? ആദ്യം ഒന്നെങ്കിലും കെട്ടണ്ടേ? ആ ഒന്ന് കെട്ടാൻ യേശു ക്രിസ്തുവിൽ മാതൃകയുണ്ടോന്നാ ചോദിച്ചത്. ഒരെണ്ണം കെട്ടാൻ അതിന് മാതൃക ഉണ്ടോന്ന് പറയും. യേശു ക്രിസ്തുവിലെ താങ്കളുടെ എന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യാ മഅശറ ശബാബ് എന്ന് വിളിച്ച യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുക. വിശുദ്ധ ഖുർആനിലും നിങ്ങൾ ഒന്നെങ്കിലും വിവാഹം കഴിക്കുക, നിങ്ങൾ ഒരു വിവാഹമെങ്കിലും കഴിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലും കൽപ്പനയുണ്ട്. താങ്കളുടെ ബൈബിളിൽ താങ്കൾ എല്ലാ ജീവിതത്തിൽ മുഴുവൻ പാലിക്കുന്ന യേശു ക്രിസ്തുവിൽ ഒരു വിവാഹമെങ്കിലും കഴിക്കാൻ യേശു ക്രിസ്തുവിൽ കൽപ്പനയുണ്ടോ? യേശു ക്രിസ്തു വിവാഹം കഴിച്ചതായിട്ടില്ല. അത് മാതൃകയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാതൃകയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്ത്രീ അല്ല പുരുഷൻ ഒറ്റയായിരിക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ സ്ത്രീ ഒറ്റയായിരിക്കുന്നത് നല്ലതല്ല എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യേശു ശിഷ്യനായിട്ടുള്ള അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ ബൈബിളിൽ. നിങ്ങളത് വായിക്കണം. ഞാനത് റെഫറൻസ് ഞാൻ എടുക്കാം. ഞാൻ റെഫറൻസ് വെക്കാം. എനിക്കൊരു സെക്കൻഡ്, ഞാൻ റെഫറൻസ് എടുക്കട്ടെ. അപ്പോസ്തലനായിരിക്കണേ.
യേശുവിന്റെ അപ്പോസ്തലൻ പറഞ്ഞത് എടുക്കണം. യേശുവിന്റെ 12 ശിഷ്യന്മാർ എന്ന് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യേശുവിന്റെ 12 12 ശിഷ്യന്മാരെന്ന് ഞാൻ അപ്പോസ്തലന്മാർ. പറഞ്ഞില്ല. 12 ശിഷ്യന്മാരിൽ ഒരാളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാർ. ഞാനടക്കം യേശുവിന്റെ പിന്നെ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരാരാ? പിന്നെ എനിക്ക് പറയാലോ. അപ്പോസ്തലൻ ഞാൻ അപ്പോസ്തലന്മാരാരാ? പറഞ്ഞുതരാം. അപ്പൊ അല്ല, അതിന് ഞാൻ തെളിവ് ഞാൻ വെക്കാം. തെളിവിൽ ഞാൻ വെക്കാം. താങ്കൾ തെളിവ് അപ്പോസ്തലൻ വെക്കാം. എന്നാ ആ പറഞ്ഞത്. തെളിവ് വെച്ച താങ്കൾ ശേഷം നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഉത്തരം തരണം. ഞാൻ തെളിവ് വെച്ച തരാം, ശേഷം. ഞാൻ തരാം. നമ്മൾ ആരും ഇവിടുന്ന് പോകൂല ഭായി, ഇവിടെ ആരും പോകൂല. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, യേശു ക്രിസ്തുവിന്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല താങ്കൾ പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് വിവാഹം കഴിക്കാൻ യേശു ക്രിസ്തുവിൽ മാതൃകയില്ല. ഇനി പോട്ടെ, യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു വിവാഹമെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഒരെണ്ണെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞതിന് കൽപ്പന ഞാൻ തരാം. ഖുർആനിലെ തെളിവ് തരാം. ഞാൻ ആയത്തെ തെളിവ് സൂറത്ത് നിസായിൽ 4-ാം അധ്യായത്തിൽ, സൂറത്ത് നിസായിന്റെ തുടക്കത്തിൽ തന്നെ അതിന് നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് 2, 3, 4 ഭാര്യമാരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒന്നെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒന്നെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ള കൽപ്പന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസാഇന്റെ തുടക്കത്തിൽ തന്നെ ആ കൽപ്പനയുണ്ട്. ബെൻസൺ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യേശു ക്രിസ്തുവിൽ നിന്ന് ബെൻസന് വിവാഹം കഴിക്കാൻ മാതൃകയില്ല. ഇനി യേശു ക്രിസ്തുവിന്റെ കൽപ്പനയുണ്ടോ? യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ 12 ശിഷ്യന്മാരുടെ കൽപ്പനയുണ്ടോ? ബെൻസൺ പറഞ്ഞോളൂ. ഞാനത് പറയാം. പറഞ്ഞോളൂ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 19-ന്റെ 3, 4 വാക്യത്തിൽ തന്നെ ഉണ്ട്. 3, 4, 5. അത് ഞാൻ വേണം വായിക്കണോ ഇവിടെ? വായിച്ചോളൂ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന്, അത് യേശുവിന്റെ അടുക്കൽ വന്ന്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ 19-ന്റെ 3, 4, 5 സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു. അവിടെ ഭാര്യ എന്നാണ് എടുത്തു വെച്ചിരുന്നത്. ആ ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് ആ ഒരു കൺസെപ്റ്റ്? വിവാഹം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അവിടെ വരുന്നത്. അത് ആരാണ് മറുപടി പറയുന്നത്? വിവാഹം കഴിക്കാൻ എന്നാ ചോദിച്ചത്. അല്ലല്ല, നിക്ക് അതിന് ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ഭാര്യയും കുട്ടികളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ ഇപ്പൊ യേശുക്രിസ്തു ക്രൂശി മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനെ എന്താ പറയാ, സ്വർഗത്തിലേക്ക് പടച്ചവൻ ഡയറക്റ്റ് എടുത്തു എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ല, ഈസേനെ ഡയറക്റ്റ് എടുത്തു എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. വചനം വായിക്കേ നബീൽ ഭായ്. വചനം ഓൾറെഡി ഞാൻ വായിച്ചിട്ട് നിങ്ങൾ വായിച്ചോ? 19-ന്റെ 3, 4, 5 നിങ്ങൾ വായിച്ചോ? ആ വചനം നിങ്ങൾ വായിക്കൂ. അത് വിവാഹം കഴിക്കാനുള്ള ഉപദേശമാണോ, കഴിച്ചു പോയതിന് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഉപദേശമാണോ? ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് അർത്ഥം? എന്താണ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നത്? അതിന്റെ അർത്ഥം എന്നാ? ഈ ഭാര്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ എങ്ങനെ വന്നു എന്ന് പറ. അതെങ്ങനെ വന്നു? അല്ല, ഈ ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് അവിടെ എങ്ങനെയാ വന്നേന്ന് നിങ്ങൾ ഒന്ന് ഉത്തരം പറഞ്ഞേ. ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാ വന്നേ? ഓൾറെഡി വിവാഹം കഴിച്ച വിവാഹം കഴിക്കാൻ ഭാര്യയോട് അല്ല, നോക്ക്, വിവാഹം കഴിക്കൂ എന്ന് പറയുന്നതും ഇങ്ങനെ പറയുന്നതും ഒരാശയം തന്നെയല്ലേ വരണേ? അതെങ്ങനെ ശരിയാവാ മോനെ? വിവാഹം കൽപ്പന വേണ്ടത്, വിവാഹം കഴിക്കാനല്ലേ കൽപ്പന വേണ്ടത്? അതായത് ഇത് നിങ്ങൾ ഈ പറയുന്നത് ഒരു യുക്തിപരമായ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു ചോദ്യമാണത്. ഒരൊറ്റ സെക്കൻഡ്. പിന്നെ അവിടെ നബീൽ ഭായ് നിങ്ങളോട് ചോദിച്ചത് എന്തായിരുന്നു? വിവാഹം കഴിക്കാനുള്ള ഉപദേശം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചത്. അത് നബീൽ ഭായിന്റെ ഒറ്റ സെക്കൻഡ്. ഈ നബീൽ ഭായിയുടെ ചോദ്യം എന്തായിരുന്നു? വിവാഹം കഴിക്കണം, ഒന്നെങ്കിലും വിവാഹം കഴിക്കണം എന്നുള്ള ഉപദേശം ഉണ്ടോ എന്നുള്ളതായിരുന്നു നബീൽ ഭായിന്റെ ചോദ്യം. ഇവിടെ നിങ്ങൾ ഉത്തരം പറഞ്ഞ എന്തിനുള്ള ചോദ്യത്തിനുള്ള അറിയോ? ആ പരീശന്മാരുടെ ചോദ്യം. ബ്രദറെ ഒരു സെക്കൻഡ്. നബീൽ ഭായ് എന്തല്ല ചോദിച്ചത്? ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നല്ല ചോദിച്ചത് നബീൽ ഭായ്. പരീശന്മാരുടെ ചോദ്യം അതാണ്. നബീൽ ഭായ് അതല്ല ചോദിച്ചത്. നിങ്ങൾ എന്തിനാ രണ്ടും കൂടെ കൂട്ടിക്കലർത്തുന്നത്? നിങ്ങൾ ചോദ്യം നോക്ക്. പരീശന്മാരുടെ ചോദ്യം എന്താ? അതാണോ നബീൽ ഭായിയുടെ ചോദ്യം? ഞാനിവിടെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. രണ്ട് റെഫറൻസ് നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ റെഫറൻസ് 2-ന്റെയും വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ബെൻസ, എന്റെ ചോദ്യം എന്തായിരുന്നു? വിവാഹം കഴിക്കാൻ എന്ത് കൽപ്പന വെച്ചത്? ബെൻസ ഒരു മിനിറ്റ്. ബെൻസ മൈക്ക് എടുക്കല്ലേ. വിവാഹം കഴിക്കാനുള്ള കൽപ്പന എന്ത് എന്നല്ല ചോദ്യം. അവിടെ ആ രണ്ടാമത്തെ വചനം വിട്ടു. അതിൽ ആ ചോദ്യമുണ്ട്. എന്താണ്? ജോർദാനക്കാരായ യഹൂദ ദേശത്തെ അതിരോളം ചെന്ന്
വളരെ പുരുഷാരം അവനെ ചെന്ന് അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ ചെന്ന് എന്താ ചോദിച്ചത്? ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അതാണ് ചോദ്യം. എന്റെ ചോദ്യം അതാണോ? ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമാണോ നമ്മ ചോദ്യം? എന്റെ ചോദ്യം വിവാഹം കഴിക്കാൻ യേശു ക്രിസ്തുവിൽ ഉപദേശം എന്തെന്ന് ചോദിച്ചത്. ഭാര്യയെ അവിടെ പരീശന്മാരുടെ ചോദ്യം എന്താ? പരീശന്മാർ ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലുണ്ട്. എന്താണ്? പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഞാൻ ഭാര്യയെ ഉപേക്ഷിക്കാൻ കൽപ്പനയുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല. ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടണോ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു വിവാഹം കഴിക്കാൻ, നിങ്ങൾ ഒരു വിവാഹമെങ്കിലും കഴിക്കുക എന്ന് ക്രിസ്തുവിന്റെ കൽപ്പന എവിടെ എന്നാ ചോദിച്ചത്. പറഞ്ഞോളൂ. അല്ല, ക്രിസ്തുവിന്റെ കൽപ്പന ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോളൂ. അത് വന്നിട്ട് അതുകൊണ്ട് ഉൽപ്പത്തി, അതായത് പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തിയിൽ അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്നുള്ള വാക്യം. പഴയ ക്രിസ്തു എവിടെ? അതല്ലാണ്ട് അടുത്ത അതാര് കൽപ്പന എവിടുന്ന വന്നേന്ന് ചോദിക്കണമെന്നേ. കൽപ്പന എവിടുന്ന വന്നേ? ഈ യേശു ക്രിസ്തുവും ദൈവവും യഹോവയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. കൽപ്പന എവിടുന്ന വന്നേ? ഒന്നാണോ? എല്ലാം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നല്ല, പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. പിതാവാണോ കുരിശിൽ കയറിയത്? അതായത് യഹോവയായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നതാണ് യേശു. അല്ല, പിതാവാണോ കുരിശിൽ കയറിയത്? അപ്പോ യഹോവയായ ദൈവം പിതാവ് പുത്രനായിട്ട് വന്നു ക്രൂശിൽ കയറി. പിതാവാണ്, പിതാവും പുത്രനും ഒന്ന് തന്നെ. പിതാവ് തന്നെയാണ്. പിതാവ് പുത്രൻ അല്ലല്ല, അതായത് പിതാവ് ക്രൂശിൽ കയറിയത് ഞാൻ പറഞ്ഞോ? അതായത് ഞാൻ പറയണേക്ക്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. ഈ പിതാവ് ഭൂമിയിലേക്ക് പുത്രനായി വന്ന് ക്രൂശിൽ കയറി, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ ആ ഒരു വാക്യം കാണാണ്ട് നിങ്ങൾ പിതാവ് ക്രൂശി കയറി, പിതാവ് ക്രൂശി പറഞ്ഞ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് ശരിയാവും? അതൊന്ന് പറഞ്ഞു. മനുഷ്യനെ പോലെ അല്ലല്ലോ ദൈവം. മനുഷ്യനെ പോലെ അല്ലല്ലോ ദൈവം. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ സൗണ്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരു ലോജിക്ക് ഇല്ലാത്ത പോലെ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എന്ത് പറഞ്ഞു? സമാധാനമായിട്ട് കേൾക്കൂ. ബെൻസനോട് നമ്മൾ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ബെൻസൺ പറഞ്ഞു കൽപ്പനയുണ്ട്, പഴയ നിയമത്തിൽ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പഴയ നിയമത്തിൽ ക്രിസ്തു എവിടെയെന്ന് പറഞ്ഞപ്പോ യഹോവയും യേശു ക്രിസ്തു എല്ലാം ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴാ ചോദിച്ചു പുതിയ നിയമത്തിൽ പറഞ്ഞത് ക്രിസ്തുവാണ് കുരിശിൽ കയറിയതെന്ന്. ബെൻസന്റെ വാദം അനുസരിച്ച് പിതാവും യേശുവും ഒരാളാണ്. എങ്കിൽ പിതാവാണോ കുരിശിൽ കയറിയത്? എന്റെ വാദമല്ല അത്. പിതാവ് ക്രൂശി കയറി എന്ന് പറയുന്നത് എന്റെ വാദമല്ല. നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കണ്ട. പിതാവ് പുത്രനായി വന്ന് ക്രൂശി കയറി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവ് പുത്രനായി വന്നു. അതായത് മനുഷ്യനായി വന്നു ക്രൂശി കയറി. പിതാവ് മനുഷ്യനായി വന്നു ക്രൂശി കയറി. മനുഷ്യനായി വന്നാലും അപ്പൊ പിതാവും പുത്രനും രണ്ടാളാണോ ഒരാളാണോ? ഇതിന് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറയണേ, ഒരു ദൈവം മനുഷ്യനായി ഭൂമി വന്നത് യേശു ക്രിസ്തു. മനസ്സിലായോ? ദൈവമായിരിക്കുന്നത് പിതാവ്. അല്ല, പിതാവും പുത്രനും രണ്ടാളാണോ? അത് രണ്ടും ഒരാളാണോ? അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, പിതാവ് മനുഷ്യനായി ഭൂമിയിൽ വന്നത്, അതായത് ദൈവം മനുഷ്യനായി ഭൂമി വന്നത് പുത്രൻ. അതെ, അപ്പൊ പിതാവ് മനുഷ്യനായി വന്ന് പിതാവ് കുരിശിൽ കയറി. എന്റെ പൊന്നോ, ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. പിതാവ് കുരിശിൽ കയറി ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് വെക്കുന്നേ? പിന്നെ ഒരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇടപെടാതിരിക്കും. അതായത് ഒരു മിനിറ്റ് ബെൻസൺ, ഒരു മിനിറ്റ് ബഹളം സമാനമായിട്ട് പോ. അതായത് പിതാവ് തന്നെ മനുഷ്യനായി വന്ന് കുരിശിൽ കയറി. അപ്പൊ പിതാവ് കുരിശിൽ കയറി എന്ന് പറഞ്ഞാൽ പോരെ ബെൻസൺ? എന്താ പ്രശ്നം? പിതാവ് തന്നെ മനുഷ്യനായി വന്ന് കുരിശിൽ കയറി. അപ്പൊ പിതാവ് തന്നെ മനുഷ്യനായി വന്ന് കുരിശിൽ കയറിയെങ്കിൽ പിതാവ് കുരിശിൽ കയറി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതായത് പിതാവ് ദൈവം, മനസ്സിലായോ? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരുന്നത് യേശു ക്രിസ്തു. മനുഷ്യനെ പോലെ അല്ലല്ലോ ദൈവം. ആണോ? മനുഷ്യനെ പോലെയാണോ ദൈവം? നിങ്ങൾ പറയും. അല്ല, അതായത് ഞാൻ ഇപ്പോഴും അതായത് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ ഇതിലില്ലേ? വചനം ജഡമായി ഭൂമി വന്നു എന്നും വായിക്കുന്നില്ലേ ആ ഒരു ഇതില്, യോഹന്നാന്റെ സുവിശേഷത്തില്? ഈ വചനം
അല്ലല്ല അതൊന്നും നമ്മൾ പറയണല്ലോ, ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ. പറയണല്ലോ. നമ്മൾ പറയണല്ലോ. ചോദിച്ചെന്താ? കാര്യം എന്ന് വെച്ചാൽ പിതാവ് നിങ്ങൾക്ക് മനുഷ്യനായി വന്നു, നിങ്ങൾക്ക് കുരിശിൽ ഞാൻ ഒരു കയറി. സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ നിങ്ങൾ അതി പിടിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു വാദം എന്റെ തല വെച്ച് കെട്ടിക്കുമ്പോ ഞാനത് മിണ്ടാതെ അതല്ല, കേട്ടോണ്ടിരിക്കണോ? ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് റെക്കോർഡഡ് ആണ്, അല്ല, ഞാൻ റെക്കോർഡഡ് പറഞ്ഞ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇത്രേ ഉള്ളൂ. അത് അതേപടി തിരിച്ചിങ്ങോട്ട് പിതാവ് പറഞ്ഞേ. ബെൻസൺ ഞാൻ പറയുന്ന ബെൻസൺ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ്, അതേപടി തിരിച്ചു പറഞ്ഞേ. പിതാവ് മനുഷ്യനായിട്ട് വന്ന് കുരിശിൽ കയറി, അല്ലേ? അത് അല്ലേ? തന്നെ, പിതാവ് മനുഷ്യനായി വന്ന് ക്രൂശിൽ അപ്പൊ കയറി. പിതാവ് കുരിശിൽ കയറി എന്ന് പറഞ്ഞാ പോരെ? അതായത് പിതാവാം ദൈവം പോലെയല്ലാന്ന്. പിതാവാം ദൈവമാണോ മനുഷ്യനെ ഭൂമി വരുന്നത്? അതായത് പിതാവ്, അപ്പൊ അതായത് യേശു ദൈവം വേറെ ദൈവമല്ലേ? മനുഷ്യൻ വേറെ. അതായത് ദൈവം വേറെ. മനുഷ്യനായ യേശു ദൈവമല്ലേ? എന്റെ പൊന്നു, ദൈവം വേറെ മനുഷ്യൻ വേറെ. ദൈവം മനുഷ്യനായി അല്ല, ഭൂമിയിൽ വന്നു യേശു കഴിഞ്ഞു ദൈവമല്ലേ? കഴിഞ്ഞാൽ അപ്പൊ അവനിൽ ദൈവത്തിന്റെ പൂർണ്ണമായിട്ട് ഇതുണ്ടാവൂല. ഞാനും പൂർണ്ണ പിതാവ് ദൈവം, ഒന്നാം. അപ്പൊ യേശു പൂർണ്ണ ദൈവമല്ല. എന്റെ പൊന്ന്, ഞാനിപ്പോ ഈ ഗ്രൂപ്പിൽ നിന്ന്, എനിക്കാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പോണമെന്നുണ്ട്. പൊണ്ടാറടക്കം ഞാൻ ഇപ്പൊ വല്ലതും പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കയറി പിടിക്കും. ഇതിപ്പോ വന്ന് അതല്ല അല്ല, യഹോവന്റെ ബെൻസൺ പറഞ്ഞത്. പോവല്ലേ. അല്ല, നാസർക്ക് ആര് മൈക്ക് എടുക്കല്ലേ? നമുക്ക് ബെൻസൺ റിലാക്സ്ഡ് സംസാരിച്ചാൽ മതി. വളരെ റിലാക്സ്ഡ്, വളരെ സമാധാനമായിട്ട് ബെൻസൺ എന്റെ വളരെ പൊന്നിക്ക് സമാധാനമായിട്ട് ആലോചിച്ച് ഞാനെന്ത് പറഞ്ഞാൽ മതി. പറയാനാണ്? ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ബെൻസൺ ബഹളം വെക്കല്ലേ ബെൻസ? നമുക്ക് സമാധാനം. ഞാൻ വളരെ കൂളല്ലേ, വളരെ അല്ലല്ല, റിലാക്സ് ആയിട്ട് നിങ്ങൾ സംസാരിക്കും. കൂളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അംഗീകരിക്കത്തുമില്ല. നിങ്ങൾ ഒരേ മണ്ടത്തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു അതല്ല, കൂളാന്ന് പറഞ്ഞിട്ട് ബെൻസൺ പറഞ്ഞ കാര്യമില്ല. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എല്ലാരും കേട്ടതാണല്ലോ. നിങ്ങൾ പറയുന്ന കാര്യം ഒരു ഔചിത്യപരമല്ലാത്ത കാര്യമാണ്. ആയിക്കോട്ടെ, ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ആര് മൈക്ക് എടുക്കല്ലേ? ബെൻസൺ പറഞ്ഞ ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണ്, മുഹമ്മദിന്റെ ഗുണം പിതാവ് ചോദിച്ചിട്ട് അതിന് മനുഷ്യനായിട്ട് വന്ന്. ഉത്തരവില്ല. പിതാവ് മുഹമ്മദിനെ ഒരു മിനിറ്റ് ബെൻസ. ഗുണം ചോദിച്ചപ്പോ പറയാണ് അല്ല, അതല്ല, നീ അതിൽ പറയാണ് നിന്ന് ഇവിടെ അത് എത്തിയത്. വിവാഹം കാരണം കഴിച്ചു. വിവാഹത്തിന്റെ കൽപ്പന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചപ്പോ ബെൻസൺ പഴയ നിയമത്തിലോട്ട് പോയി. പഴയ നിയമത്തിലോട്ട് പോകുമ്പോ അവിടെ ക്രിസ്തുവിടെ ചോദിച്ചപ്പോ ക്രിസ്തു പിതാവും അത് ക്രിസ്തു ഇതാണെങ്കിൽ ഒന്നാണെന്ന് പറഞ്ഞു. ആരെങ്കിലും അത് മാതൃക ഫോളോ ചെയ്യുന്നുണ്ടോ? ഈ മുഹമ്മദിനെ അല്ല, 13 പിതാവും ക്രിസ്തു ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിതാവും ക്രിസ്തു ഒന്നാണെങ്കിൽ പിതാവാണ്. പുതിയ നിയമത്തിൽ പറയും പിതാവും ക്രിസ്തു ഒന്നാണെന്ന് ബെൻസൺ പറഞ്ഞു. ക്രിസ്തു കുരിശിൽ കയറുന്ന പുതിയ നിയമത്തിൽ പറയുന്നു. അപ്പൊ പിതാവ് കുരിശിൽ എന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ പിതാവാണോ കുരിശിൽ കയറിയത്? അതായത് ദൈവം മനുഷ്യനായി വന്നത് യേശു ക്രിസ്തു, ആ, ക്രൂശിൽ മരിച്ച അതല്ല, യേശു ക്രിസ്തു. പിതാവ് മനുഷ്യനായിട്ട് വന്ന് കുരിശിൽ കയറി, അല്ലേ? ഞാനും പിതാവും ഒന്നാണെന്ന് വാക്യമുണ്ട്. അങ്ങനെ വേണേ നിങ്ങൾ വിശ്വസിച്ചോ. പിതാവ് കുരിശിൽ ക്രൂശിൽ കയറിയോ? മരിച്ചെന്ന് വിശ്വസിച്ചോ. പിതാവ് കുരിശിൽ അങ്ങനെ കയറിയോ? നിങ്ങൾ അങ്ങനെ കരുതിക്കോ, അതിന് വിഷയമില്ല. അല്ല, നിങ്ങൾ പിതാവ് അങ്ങനെ കുരിശിൽ കരുതിക്കോ. കയറി. പക്ഷെ നിങ്ങളുടെ വിശ്വാസം, ബെൻസന്റെ അല്ലല്ല, വിശ്വാസം അത് അനുസരിച്ച് എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ വളച്ചൊടിക്കണ്ട. നിങ്ങൾ അങ്ങനെ ബെൻസൺ ഇവിടെ വിശ്വസിച്ചോ. റെക്കോർഡ് പറയും. പിതാവ് നിങ്ങൾ അങ്ങനെ ബെൻസന്റെ സ്റ്റേറ്റ്മെന്റ് പിതാവും ഇങ്ങനെയായിരുന്നു. പിതാവ് അല്ലെങ്കിൽ ആ ഞാനും സ്റ്റേറ്റ്മെന്റ് പിതാവും തെറ്റാന്ന് പറഞ്ഞു. ഒന്നാണെന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിതാവാണ്. ഞാനും പിതാവ് ഒന്നാണ്. പിതാവാണ് കുരിശിൽ കയറിയത്. അങ്ങനെ വിശ്വസിച്ചോ. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ. അതല്ല, താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ വിശ്വസിക്കാനല്ലോ. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ. അതല്ല നിങ്ങൾ എന്റെ അങ്ങനെ പൊന്നു വിശ്വസിച്ചോ. സഹോദരേ, അതല്ല അല്ല, ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാരിറ്റി ചോദിക്കാം. നിങ്ങൾ ഈ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ കറങ്ങി തിരിഞ്ഞ് ഈ ബൈബിളിലോട്ട് വന്നത് എങ്ങനെയാന്ന് അറിയാലോ. ഞാനൊരു അല്ല, ചോദ്യം ബെൻസൺ പറഞ്ഞ ചോദിച്ചു. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് ബെൻസൺ എങ്ങനെ പറഞ്ഞത് എടുത്ത് നമ്മൾ മുഹമ്മദ് നബിയിൽ വിവാഹത്തെ കുറിച്ചുള്ള ഒരു മിനിറ്റ് ബെൻസ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ കണ്ടിരിക്കുന്ന മാതൃക പുസ്തകപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ അല്ല, ഒരു മിനിറ്റ് ബെൻസ ബഹളം വെക്കില്ല, സമാധാനം എനിക്കിത് സംസാരിക്കും. പറഞ്ഞേ ബെൻസിനോട് പറ്റത്തുള്ളൂ. നമ്മള് എനിക്കിത് ഒരു പറഞ്ഞേ മിനിറ്റ് പറ്റത്തുള്ളൂ. ബെൻസ. നിങ്ങൾ എത്ര മ്യൂട്ട് ചെയ്താലും ഞാനും ഇല്ല, മ്യൂട്ട് ചെയ്യുന്നില്ല. അതായത് ബെൻസൺ ബഹളം വെക്കല്ലേ. നിങ്ങള് മുഹമ്മദ് നബിയുടെ ബെൻസൺ ഒരു എന്താ ബെൻസൺ ഒരു മിനിറ്റ്. മാതൃക ബെൻസൺ ഒരു ചോദിച്ചപ്പോ മിനിറ്റ്. വിവാഹം ബെൻസൺ കഴിക്കാന്ന് ഒരു പറഞ്ഞു. മിനിറ്റ് മ്യൂട്ട്. ബഹളം വെക്കല്ലേ എന്റെ മുഹമ്മദ് നബി പൊന്നു ബെൻസ. എന്തിനാ ബഹളം? 13 എന്റെ ഭാര്യമാരെ കല്യാണം ബെൻസ കഴിച്ചു. ഒന്ന് മ്യൂട്ട് ചെയ്യും. ഒരു 13 ഒരു ഭാര്യമാരെ. 30 സെക്കൻഡ് മ്യൂട്ട് ചെയ്യും. അതെന്തുകൊണ്ട് നിങ്ങൾ ഫോളോ ആരും മ്യൂട്ട് ചെയ്യല്ലേ ബെൻസ ഒരു 30 സെക്കൻഡ് പറയുന്നേക്ക്, ശ്രദ്ധിച്ച് കേക്ക്. ഒന്ന് മ്യൂട്ട് ചെയ്യും. ആരും മ്യൂട്ട് ബെൻസൺ മ്യൂട്ട് ചെയ്യും 30 സെക്കൻഡ്. ഇതുവരെ നടന്ന സംഭവം ഞാൻ പറയാം. ഒരു 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 മൊത്തത്തിൽ ഒരു ബ്രീഫ് പറയാം. അതായത് ബെൻസൺ ചോദിച്ചു, പ്രവാചകനിൽ എന്താണ് മാതൃക? ഒരു മാതൃകയെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, വിവാഹം കഴിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരു വിവാഹമെങ്കിലും കഴിക്കാൻ കൽപ്പനയുണ്ട്. ബഹുഭാര്യത്വം എടുക്കാനാണ് ബെൻസൺ പറഞ്ഞത്. ബഹുഭാര്യത്വത്തിൽ എടുക്കുന്നതിന് മുമ്പേ ആദ്യം ബഹുഭാര്യത്തിൽ പോകുന്നതിന് ഒന്നെങ്കിലും കെട്ടണമല്ലോ. ആദ്യം ഒന്ന് കെട്ടിട്ടില്ല പിന്നെ ബാക്കിയുള്ളത്. അപ്പോ ഇവിടെ അനാവശ്യ കമന്റ് ഇട്ടാല് സത്യം പറഞ്ഞ ബിൻസ റിമൂവ് അടിക്കും. വൃത്തികേട് കമന്റ് ഇടരുത്. അല്ല, നമ്മൾ വളരെ മാന്യമായിട്ട് മറുപടി കൊടുത്തതാ. നിങ്ങൾ ആദരിക്കുന്ന ക്രിസ്തുവിനെയോ യഹോവയോ ഒരു വൃത്തികേട് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായിട്ട് ഡിസ്കഷൻ പോകുന്നത്. തോന്നിയാസം കമന്റ് ബോക്സിൽ ഇടരുത്, കേട്ടല്ലോ. ഞാൻ വളരെ വളരെ ഹെൽത്തി ടോക്കാണ് ബെൻസൺ സംസാരിക്കുന്നത്. വളരെ കൂളായിട്ടാണ്.
ആ പക്വത ബെൻസന്റെ ഭാഗത്ത് നിന്ന് ഞാൻ മെച്ചൂരിറ്റി പ്രതീക്ഷിക്കുന്നു. അപ്പോ ഞങ്ങൾ ചോദിച്ചു, യേശു ക്രിസ്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഒരു വിവാഹമെങ്കിലും കഴിക്കാൻ കൽപ്പനയുണ്ട്. ബെൻസന് വിവാഹം കഴിക്കാൻ ബൈബിളിൽ ക്രിസ്തു യേശുവിന്റെ കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ താങ്കൾ പറഞ്ഞു അവിടെ പഴയ നിയമത്തിൽ കൽപ്പനയുണ്ട് എന്ന്. പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു പഴയ നിയമത്തിൽ യഹോവയും ക്രിസ്തു എല്ലാം ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം വന്നു, പിതാവാണോ കുരിശിൽ കയറിയത്? കാരണം പുതിയ നിയമത്തിൽ ക്രിസ്തു കുരിശിൽ കയറി എന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞു പഴയ നിയമത്തിലെ പിതാവും ക്രിസ്തു എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പൊ പിതാവ് കുരിശിൽ കയറി എന്ന് പറയാൻ താങ്കൾക്ക് മടി, അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം താങ്കൾ തന്നെ പറയുന്നു പിതാവ് മനുഷ്യനായി വന്ന് കുരിശിൽ കയറിയതാണ്. എങ്കിൽ പിന്നെ പിതാവ് കുരിശിൽ കയറി എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ആ ചോദ്യം ക്ലാരിറ്റി വരുത്തും പ്ലീസ്. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് അതെ ബൈബിളിൽ തന്നെയുണ്ട്, പിതാവും ഞാനും പിതാവും ഒന്നാണെന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം പിതാവ് കുരിശിൽ കയറിയെന്നാണോ? അങ്ങനെ വിശ്വസിച്ചോളൂ. അല്ല, ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവും പിതാവ് ഒന്നാണ്. അപ്പൊ അതിനർത്ഥം പിതാവ് കുരിശിൽ കയറി എന്ന് പറഞ്ഞാൽ മതിയോ? പിന്നെ ഈ യേശു ക്രിസ്തു യഹോവയായ ദൈവം വിവാഹം എന്ന കൺസെപ്റ്റിനെ പറ്റി പറയുന്നത് അത് വേണമെങ്കിൽ ഞാന് പറയട്ടെ കാര്യം അതാണല്ലോ ആദ്യത്തെ ചോദ്യം, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇത് നിങ്ങളെ ഇടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പക്ഷെ എനിക്ക് ആദ്യത്തെ തന്നെ പിടിച്ചു വരണം. ഞാൻ പറയാം. എന്റെ പൊന്നോ, നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ വരിക മിസ്റ്റർ എന്താണ് പേര്, എന്നമ്മാണോ ഇപ്പൊ സംസാരിക്കുന്നത്? നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വാ. നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചല്ലോ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ചോദിച്ചില്ലേ? ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ചോദിച്ചില്ലേ? അല്ല, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വെക്കല്ലേ. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ ഞാൻ ഇവിടെ പറയാം. അത് നിങ്ങളുടെ ബുക്കിലെ റെഫറൻസ് ആക്കിയിട്ട് ഞാൻ 10 ഗുണങ്ങൾ ഞാൻ വേണം പറയാം. നിങ്ങൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ച ആദ്യ ചോദ്യത്തിൽ തന്നെ വരാം. ഇതെന്ത് മര്യാദ? അത് പറയും. ഇതെന്ത് മര്യാദ? നിങ്ങൾ എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ അങ്ങനെ അടുത്ത ചോദ്യം അതിന് ഉത്തരം വരുന്നതിന് മുമ്പ് അടുത്ത ചോദ്യത്തിലോട്ട് പോയി ഇതിലെന്താണ് മര്യാദ? ശരി, പിതാവ് കുരിശിൽ കയറി എന്നുള്ള കാര്യം ബെൻസന് സമ്മതിക്കാൻ കഴിയില്ല, നമുക്കറിയാം. അത് പറയില്ല, ബെൻസൺ ആ തൊടില്ല, ആ ചോദ്യം അഡ്രസ് ചെയ്യില്ല, നമുക്കറിയാം. ഇനി യേശു ക്രിസ്തു വിവാഹം കഴിക്കാൻ പറഞ്ഞ കൽപ്പന എവിടെ? പറഞ്ഞു ബെൻസൺ. അല്ല, അതായത് നമ്മുടെ അടിസ്ഥാനം തുടങ്ങുന്നത് ഈ പഴയ നിയമത്തിൽ തൊട്ടാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ചത് മുതലാണ് ഈ അടിസ്ഥാന വിവാഹം എന്ന കൺസെപ്റ്റ് വരുന്നത്. അവിടെ ദൈവം തന്നെ പറയുന്നുണ്ട് പുരുഷൻ. ക്രിസ്തു പറഞ്ഞ കൽപ്പന എവിടെ? എനിക്ക് ക്രിസ്തു പറഞ്ഞ കൽപ്പന വേണം, അതാ എനിക്ക്. ഞങ്ങളുടെ കൺസെപ്റ്റ് ക്രിസ്തുവും ദൈവവും പിതാവും ദൈവവും യഹോവ എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ പിന്നെ പിതാവ് കുരിശിൽ കയറി എന്ന് പറയാൻ എന്താ കുഴപ്പം? അല്ല, അത് നിങ്ങൾ പറഞ്ഞോളി. ഞാൻ പറയുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞോ. അത് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പിതാവ് ക്രൂശിൽ കയറിയെന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോ. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോ. അതിന് എനിക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. അല്ല, അതായത് എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ പിതാവ് ക്രൂശിൽ കയറിയത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഞാൻ അതിന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പോലുള്ള, നിങ്ങൾ അതിനെ പറ്റിയ വല്ല ഗീബോറിന്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻകുഞ്ഞിന്റെ ഗ്രൂപ്പിലോ വല്ലതും പോയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. കാരണം എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി നിങ്ങളെടുത്ത് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല അതിനെപ്പറ്റി. പിതാവ് ക്രൂശിൽ കയറിയത് നിങ്ങൾ അതല്ല, ബെൻസൺ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, പിതാവും ക്രിസ്തു എല്ലാം ഒന്നാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ഞാൻ അങ്ങനെ കേട്ടത്? അങ്ങനെയല്ലേ പറഞ്ഞ ബെൻസ? അല്ലേ ബെൻസ? അങ്ങനെയല്ലേ പറഞ്ഞത്? പിതാവും ക്രിസ്തു എല്ലാം ഒന്ന് തന്നെയാണ്, യഹോവയും പിതാവും ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞില്ലേ ബെൻസ? അങ്ങനെ പറഞ്ഞില്ലേ ബെൻസൺ?
ഈ ബൈബിൾ അറിയാവുന്ന എല്ലാരും ഇത് തന്നെ പറയുള്ളൂ, എല്ലാം ഒന്ന് തന്നെയാണെന്ന്. ബൈബിൾ ഒന്നാണെങ്കിൽ പിന്നെ വിശ്വസിക്കുന്ന പിതാവ് എല്ലാവരും. കുരിശിൽ കയറി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിൽ അത് കുഴപ്പം നിങ്ങൾ എന്താന്ന് പറയും. പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോ പിതാവ് ക്രൂശിക്കർ, നിങ്ങൾ പറഞ്ഞു. അതെന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, അത് എന്നെ കൊണ്ട് പറയിപ്പാൻ നിങ്ങൾ വെക്കണ്ടാന്ന്. അതല്ല, അതിൽ കുഴപ്പം എന്താന്ന് പറയും. പിതാവ് കുരിശിൽ കയറി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറയും. അല്ല, അത് ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞോളി. അല്ല ഞാൻ പറയും, ബെൻസൺ ആ ഇതെല്ലാം ഒന്നാണെന്ന് നിങ്ങൾ പറയുന്നു. പറഞ്ഞോളി, പക്ഷെ അതെന്റെ സ്റ്റേറ്റ്മെന്റ് അത് നിങ്ങൾ പറയരുത്. ഞാൻ അങ്ങനെ പറയില്ല. അപ്പൊ അത് രണ്ടും അങ്ങനെ ഒന്നാണെന്ന് പറഞ്ഞു. ഞാനത് രണ്ടും ഒന്നും ആണ്. അത് എന്റെ അടുത്ത് അംഗീകരിച്ച് ഞാൻ അംഗീകരിക്കില്ല എന്നേ പറയുള്ളൂ. അതല്ല ബെൻസ, ഒരു മിനിറ്റ് ബെൻസ, ഇതെല്ലാം ഒന്നാണ്. പക്ഷെ പിതാവല്ല കുരിശിൽ കയറിയത് അല്ലേ? അപ്പൊ രണ്ടുപേരാണോ? രണ്ടാളാണോ? പിതാവ് വേറെ പുത്രൻ വേറെയാണോ? അതായത് പിതാവായ ദൈവം പുത്രനായി വന്നു, ഭൂമിയിൽ വന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ പിതാവായ ദൈവം പുത്രനായി ഭൂമിയിൽ വന്ന് പുത്രൻ ക്രൂശിൽ കയറി, മനുഷ്യനായി വന്നു ക്രൂശിൽ കയറിയെങ്കിൽ ആ വാദമാണെങ്കിൽ പിതാവ് വേറെ പുത്രൻ വേറെ, രണ്ടാളാണോ? ഞാൻ നിങ്ങൾ വിശ്വസിച്ചു അങ്ങനെ രണ്ടാണെന്ന്. നിങ്ങൾ വിശ്വസിച്ചോളി, പക്ഷെ ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കും, ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല. ഞങ്ങൾ പറയുന്നു പിതാവും പുത്രനും ഒന്നാണെന്ന് ബെൻസൺ പറയുന്നു. എങ്കിൽ പിതാവ് കുരിശിൽ, അത് ഞാൻ പറയൂല. ശരി, പിതാവും പുത്രനും ഒന്നാണെന്ന് പറയുന്നു. പുത്രനാണ് കുരിശിൽ, പിതാവും പുത്രനും വേറെ വേറെയാണ്, അത് ഞാൻ പറയൂല. ഏതെങ്കിലും ഒന്ന് പറവായി. നിങ്ങൾ രണ്ടും പറയൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇത്രേ ഉള്ളൂ. അതായത് പിതാവാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അതെന്റെ സ്റ്റേറ്റ്മെന്റ്. പിതാവാം ദൈവം പുത്രനായി ഭൂമിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിതാവ് വേറെ പുത്രൻ വേറെ എന്ന് ആവുമോ? പിതാവ് വേറെ പുത്രൻ അങ്ങനെ ആവുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾ വിശ്വസിച്ചു. പിതാവാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ക്രൂശി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവാണ് അവിടെ ക്രൂശി കയറിയത് ഞാൻ പറയത്തില്ല. നിങ്ങൾ വെച്ചോളി, നിങ്ങൾ പറഞ്ഞോ. പിതാവും പുത്രനും വേറെ വേറെ എൻറ്റിറ്റി ആണോ? ടൈഗർ, ഒരു മിനിറ്റ്. പിതാവും പുത്രനും വേറെ വേറെ ആൾക്കാരാണോ? എന്റെ പൊന്നോ, അതായത് അതല്ല, ഉപ്പുമാവയുടെ അണ്ടി എന്ന് പറയുമ്പോ കുണ്ടിന്ന് വെക്കണം. നിങ്ങളത് ഞാൻ എന്താ പറയുന്നത്? ബെൻസണല്ലേ പറയുന്നത്, ഞങ്ങളല്ല ഉപ്പുമാവിനോട് അടി എന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ട് പിന്നെ നിങ്ങളല്ലേ പറയണേ പിതാവ് പിതാവാം ദൈവം. എന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാം. പിതാവാം ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നു, ക്രൂശിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പിതാവാം ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നു എന്നാണ്. അപ്പൊ അവിടെ ക്രൂശിക്കപ്പെടുന്നവരാണ് മനുഷ്യനാണ്. അതായത് പിതാവാം ദൈവത്തിന് ഒരാള് മറ്റൊരാളായി വന്ന് കുരിശിൽ കയറി. ഒന്നുകിൽ ഇവർ രണ്ടുപേരും ഒന്നാണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ടാണ്. അതല്ലേ ഓപ്ഷൻ ഉള്ളൂ, അല്ലേ? അതായത് ദൈവത്തിന് എങ്ങനെ വേണേലും വരാലോ. അതായത് ദൈവത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ദൈവത്തിന് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരാനുള്ള കഴിവുണ്ട്. കഴിവില്ലാതെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. അതിലുള്ള അപകടം എന്താണ് പറയൂ, അത് പറയൂ. അതായത് ഞാൻ പറയാം ഞാൻ എന്തുകൊണ്ടാണ് പിതാവ് ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ പറയാത്തതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ദൈവം എന്ന് പറയുമ്പോൾ ജഡമല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്, ജഡമായിട്ടൊരു ശരീരമുണ്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. അൺലിമിറ്റഡ് ആയിട്ട് കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ പിന്നെ കുരിശിൽ ഒന്ന് മരിക്കാൻ എന്താ കഴിവില്ല? പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? അതിനു മുമ്പ് പാപമോക്ഷം എന്താണെന്ന് പഴയ നിയമത്തിൽ നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് പാപമോക്ഷം? ഒരു യാഗം കഴിച്ചിട്ട്, അതായത് കഴിവാണല്ലോ പിതാവിന്, അല്ലേ? ഓക്കെ, ദൈവത്തിന് അൺലിമിറ്റഡ് കഴിവാണ്. അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്. അത് നിങ്ങൾ പറഞ്ഞോളി, ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ വിശ്വസിച്ചോളി. അതെന്റെ കുഴപ്പമല്ല. പിതാവിന് അൺലിമിറ്റഡ് കഴിവാണ്. പിതാവ് വന്ന് കുരിശിൽ മരിക്കോ? അത് ഞാൻ പറയൂല. പിതാവ് മനുഷ്യനായി വന്ന് കുരിശിൽ കയറി, പിതാവ് കുരിശിൽ കയറി, അത് ഞാൻ പറയൂല. പിതാവ് പുത്രനായി വന്ന് കുരിശിൽ കയറി, എങ്കിൽ പിതാവും പുത്രനും വേറെ വേണേ, അത് ഞാൻ പറയൂല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്തരം പറയാം. ഒരു 30 സെക്കൻഡ് ഉണ്ട്, ഒരു 15 സെക്കൻഡ് അത്ര മതി. നിങ്ങൾ വേണേ കൗണ്ട് ചെയ്തോ, അത് ആയി കൂടുതലായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. പറയാം. അതായത് ദൈവം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ആത്മാവാണ്. ഈ ആത്മാവും ജഡവും രണ്ടാണ്. ഈ ജഡമായിട്ട് ഭൂമിയിൽ വരുന്നതാണ് യേശുക്രിസ്തു. നമ്മുടെ ശരീരത്തിന് ആത്മാവുണ്ട്, ജഡമുണ്ട്. ഈ പുറമെ കാണുന്ന ശരീരം ജഡമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിയുമ്പോൾ ഈ ആത്മാവിനെ ആർക്കും കാണാൻ കഴിയത്തില്ല. ഈ ജഡത്തെ മാത്രം നമ്മൾ ഇവിടെ ശവമായിട്ട് കാണുന്നുള്ളൂ. അത്രേ ഉള്ളൂ. പിതാവാം ദൈവം മനുഷ്യനായിട്ട് വന്നിട്ട് പിതാവാം ദൈവം അതായത് ജഡമായിട്ട് ഭൂമിയിൽ വന്നു എന്ന് മാത്രമാണ്. ആ ജഡമാണ് ക്രൂശിക്കപ്പെടുന്നത്. യേശുക്രിസ്തു ജഡമായിട്ട് ക്രൂശിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ.
എന്താ ഇപ്പൊ ദൈവം പറഞ്ഞത് ബെൻസൺ? പരിശുദ്ധാത്മാവാ നബീലെ, അതൊന്ന് എന്തായാലും അഡ്രസ് ഒരു ചെയ്യും. മിനിറ്റ് ടൈഗർ, ഒരു മിനിറ്റ്. എന്താ ഇപ്പൊ ബെൻസൺ പറഞ്ഞ ഈ സാധനം ഒന്ന് എഴുതി എടുത്തിട്ട് വായിച്ചു നോക്കണേ. എനിക്കൊന്നും മനസ്സിലായില്ല. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആയിരുന്നു. മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ബെൻസൺ പറഞ്ഞത് പിതാവും ക്രിസ്തുവും ഇവരെല്ലാം ഒന്നാണ്. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പിതാവും ക്രിസ്തുവും ഇവരെല്ലാം ഒന്നാണ്. പിതാവിന് അൺലിമിറ്റഡ് കഴിവുണ്ട് എന്നും ബെൻസൺ പറഞ്ഞു. പിതാവിന് അൺലിമിറ്റഡ് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിതാവിന് കുരിശിൽ കയറി മരിച്ചുകൂടാ? അൺലിമിറ്റഡ് കഴിവാണല്ലോ. എന്തുകൊണ്ട് പിതാവിന് കുരിശിൽ കയറി മരിച്ചുകൂടാ? 1, അത് ഞാൻ പറയൂല. 2, പിതാവും ക്രിസ്തു എല്ലാം ഒന്നാണെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പിതാവ് കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞുകൂടെ? അത് ഞാൻ പറയൂല. ശരി, അതും പറയണ്ട. മൂന്നാമത്തത്, പിതാവ് പുത്രനായി വന്ന് കുരിശിൽ കയറി എങ്കിൽ പിതാവ് വേറെ പുത്രൻ വേറെ, അതും ഞാൻ പറയൂല. നിങ്ങൾ ഇത് മൂന്നും പറയൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം ബെൻസ? അതിന് ഉത്തരം പറയും. ബെൻസ ബെൻസൺ പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരിക്കലും അല്ല ഈ ലാസ്റ്റ് ചോദിച്ച ചോദ്യം എന്താണ്? വിവാഹം കഴിക്കുന്നു. ഓക്കെ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ലാസ്റ്റ് ചോദിച്ച ചോദ്യം ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. നബീല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ സെക്കൻഡ് വരുമോ? പുലരി പറഞ്ഞു. നബീല, ഇപ്പൊ ഞാന് ഇപ്പൊ ഒരു രാജ്യത്തുള്ളത് കേട്ടോ. ഞാൻ അടുത്ത് വേറെ ഷർട്ട് ഇട്ടിട്ട് ഞാൻ രാജ്യത്ത് വന്നാല് ഞാനിവിടെ ഉണ്ടാവോ അതോ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദൈവമാണ് ഭൂമിയിലേക്ക് വന്നത്, അപ്പൊ ദൈവം അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഓൾറെഡി ദൈവം ഭൂമിയിലുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് പുലരി? നമ്മൾ അതില് തിയോളജിക്കൽ ക്വസ്റ്റ്യൻ തിയോളജിക്കൽ തന്നെ പോകുന്നത്. ബെൻസനും തിയോളജിയിൽ സംസാരിക്കും. നമുക്ക് ആ തിയോളജി, ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. വിവാഹം വേദപടി ചോദിച്ചപ്പോൾ പഴയ നിയമത്തിലേക്ക് പോയപ്പോ അവിടെ എവിടെ ക്രിസ്തു ചോദിച്ചപ്പോഴത്തേക്കും ബെൻസൺ പറഞ്ഞ ഉത്തരമാണ്, റീപ്ലൈ ഉണ്ട്, യഹോവയും ക്രിസ്തുവും ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞു. ശരി, എല്ലാം ഒന്നാണെങ്കിൽ ഓക്കെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, പിതാവിന് അൺലിമിറ്റഡ് കഴിവാണ് എങ്കിൽ, പിതാവിന് അൺലിമിറ്റഡ് കഴിവാണെങ്കിൽ എന്തുകൊണ്ട് പിതാവിന് കുരിശിൽ കയറി മരിച്ചുകൂടാ? മരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിതാവിന് അൺലിമിറ്റഡ് കഴിവാന്ന് ബെൻസന്റെ വാദപ്രകാരം പറയാൻ പറ്റൂല. 1. രണ്ടാമത്തെ കാര്യം, പിതാവും ക്രിസ്തു എല്ലാം ഒരാളാണെങ്കിൽ പിതാവ് തന്നെയാണ്. കാരണം പുതിയ നിയമത്തിൽ ക്രിസ്തു കുരിശിൽ കയറി എന്ന് പറയുന്നു. ബെൻസന്റെ വാദം അനുസരിച്ച് പിതാവും ക്രിസ്തു എല്ലാം ഒരാൾ തന്നെയാണ് എങ്കിൽ കുരിശിൽ കയറിയത് പിതാവാണെന്ന് പറഞ്ഞുകൂടെ? മൂന്നാമത്തെ ചോദ്യം, അതങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഒരു 10 സെക്കൻഡ് കൂടെ. മൂന്നാമത്തെ കാര്യം, പിതാവ് പുത്രനായി വന്ന് കുരിശിൽ കയറി, പുത്രൻ കുരിശിൽ കയറി എന്നാണ് പുതിയ നിയമത്തിൽ. എങ്കിൽ പിതാവ് വേറെ പുത്രൻ വേറെ, ഇവർ രണ്ടുപേരാണോ? അതും ബെൻസൺ ഞാൻ പറയൂല എന്ന് പറയുന്നു. ഉത്തരം പറഞ്ഞു. അതായത് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നും മനുഷ്യനെ സംബന്ധിച്ച് ദൈവം അവതരിപ്പിച്ചത് 3 ആളത്വങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിതാവ് ക്രൂശിൽ കയറുന്നത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല. പിതാവ് പുത്രനായിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിലേറി മരിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് പിതാവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പിതാവ് ക്രൂശിക്കപ്പെട്ടു എന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിതാവ് വേറെ പുത്രൻ വേറെ, രണ്ടാണോ? പിതാവ് പുത്രനായി ഭൂമിയിൽ വന്നു എന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നേ. അപ്പൊ ഒരാളായി വന്നാൽ മറ്റേ ആൾ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഈ പിതാവ് ഞാൻ ചോദിക്കട്ടെ, ഈ പിതാവിനെ സംബന്ധിച്ച് പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പരിശുദ്ധാത്മാവാണ്, ആത്മാവാണ്. അത് മനുഷ്യനെ സംബന്ധിച്ച് കാണാൻ കഴിയത്തില്ല. ഇത് ജഡമായിട്ട് ഭൂമിയിൽ വരുന്നതാണ് യേശു ക്രിസ്തു. ഭൂമിയിൽ അവതരിപ്പിച്ചാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു സംബന്ധിച്ച് അവനൊരു മനുഷ്യനാണ്, മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ക്രൂശിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ്. അവിടെ പിതാവാണ് ക്രൂശിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിതാവാം ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെട്ടത് ഞങ്ങൾ ക്രിസ്തുവിനെ പിതാവെന്ന് വിളിക്കാവോ? വിളിക്കാലോ, കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ച് പിതാവെന്ന് വിളിക്കെങ്കിൽ ആ പിതാവ് കുരിശിൽ കയറുന്നു പറഞ്ഞൂടെ?
അത് നിങ്ങൾ വിശ്വസിച്ചോളി, നിങ്ങൾ അത് പറഞ്ഞോളി. കൊള്ളാം. എന്ത് കഷ്ടാണ്. ക്രിസ്തുവിനെ അല്ല അത് പിതാവ് എന്ന് വിളിക്കാം, അത് പക്ഷെ പിതാവ് അത് കുരിശിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അത് അത് പാടാണ്. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി. അതിന് ഞാനൊന്നും പറയുന്നില്ല, കാരണം അതെന്റെ ഞങ്ങള് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞോളി, നിങ്ങൾ ഞങ്ങള് വെക്കണ്ട. പറയും. നിങ്ങൾ ബെൻസൺ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞോളെന്ന് പറയുന്നില്ല, പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ചിട്ടില്ല. നിങ്ങൾ എന്താ പറയാ, അല്ല, ക്രിസ്തുവിനെ കറയും കുത്തി പിതാവ് എന്ന് അങ്ങനെ ഒരു വിളിക്കാലോ. സ്റ്റേറ്റ്മെന്റ് എന്റെ അല്ല, അതൊക്കെ വെക്കണ്ട. ക്രിസ്തുവിനെ പിതാവ് എന്ന് വിളിക്കാലോ അല്ലേ? ക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചോളി, പിതാവാന്ന് വിളിച്ചോളി. അത് കൊള്ളാം. ഇപ്പൊ അത് പിതാവെന്നോ ഞങ്ങൾ വിളിച്ചോളി പുത്രനോ നയ്യ. എന്തോണെന്ന് കുറച്ച് വിളിച്ചോളി. ബിൻസൺ എന്ത് പറഞ്ഞാണ് അല്ല ക്രിസ്തുവിനെ നിങ്ങൾ പിതാവ് എന്ത് എന്ന് വിളിച്ചോ. വേണേലും വിളിച്ചോളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പിതാവാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അല്ല, അവതരിച്ച്, ക്രിസ്തുവിനെ പിതാവ് എന്ന് വിളിക്കാമോ? അങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ എന്ത് വേണേ ക്രിസ്തുവിനെ സ്റ്റേറ്റ്മെന്റ് പിതാവ് എന്ന് വെച്ചോളി. വിളിക്കാം. അല്ല, ക്രിസ്തുവിനെ പിതാവ് എന്ന് വിളിക്കാം അല്ലേ? നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റ് വേണം വെച്ചോളി. കാരണം നിങ്ങൾ എന്താ പറയാ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ ഒരു ഔചിത്യം ഇല്ലാണ്ട് നിങ്ങൾ ഈ മറുപടി പറയണ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ലീവ് കൊള്ളാം. ചെയ്തു. നിങ്ങൾ ഇവിടെ ഭ്രാന്ത് പിടിക്കുന്ന, നിങ്ങളുടെ തിയോളജി ഭ്രാന്ത് പിടിക്കുന്നതാണോ? ഞാൻ അങ്ങനെ പോയോ? ബെൻസൺ പോയോ? ഓടി, പിന്നെ അല്ലാതെ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂല. ബാക്കിയുള്ള അത് ഞാൻ സംസാരിച്ചു. ലൂപ്പായിട്ട് പോകും. അല്ലേ ഇന്ന് ഇതിലേ ടിഗർ ഇതില് വേറെ ഒരു വിഷയമുണ്ട്. മൂപ്പരെ ടൈഗർ, ഞാൻ ട്രിഗർ ആയിട്ടില്ലല്ലോ. ടൈഗർ വളരെ ആ സമാധാനം സംസാരിച്ചു. അങ്ങനെ പോയാൽ മതി, എന്നാ ഒരു കുഴപ്പമില്ല. ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ. യൂനുസ് ഖാൻ സംസാരിച്ചോ? അല്ല, ഇയാള് പിന്നെ പഴയ നിയമത്തിലേക്ക് എങ്ങനെ ഇവര് ഓടിപ്പോവുക? അവിടെ നമ്മൾ പിടിക്കണമായിരുന്നു. കാരണം എന്താ വെച്ചാൽ പഴയ നിയമം യഹൂദന്മാർക്ക് കൊടുത്തതല്ലേ. അതല്ല, അതിനേക്കാളും അതിലെങ്ങനെ വലിയ ഇവര് ഗഡിയിലെ പുള്ളി പോയി ഓടിപ്പോവുക? വീണത്. അതെ, അതൊരു വേറെ വിഷയമാണ്. ഇവിടെ പിന്നെ വിവാഹ വിഷയത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് ആ പറഞ്ഞ ഭാഗത്ത് യേശു പറഞ്ഞിട്ടുള്ള എന്താണ്? അതായത് അവിടെ വിവാഹം കഴിക്കേണ്ട വിഷയത്തില് യേശു അവിടെ മാർക്കിട്ട് കൊടുത്തത് എന്തിനാ അറിയോ? വിവാഹം കഴിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. നമ്മൾ അവിടെ തന്നെ പോയി നിൽക്കണം. ഇവിടെ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ നിയമത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. അവിടെ മത്തായിയുടെ 19-10 പറയണ എന്താണ്? ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. കണ്ടോ? വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. അപ്പൊ യേശു പറഞ്ഞു കൊടുത്ത എന്താ? പിന്നെ അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്ന്. കണ്ടോ? വരം ലഭിച്ചവർ അല്ലാതെ ആരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ആരാണ് വരം ലഭിച്ചവര്? മർക്കോസിന്റെ സുവിശേഷം നമ്മൾ അവിടെ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 9, 10, 11 വചനങ്ങള് അവിടെ നമ്മൾ വായിക്കുമ്പോ എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. അവിടെ യേശുവിന്റെ ശിഷ്യന്മാര് ചോദിക്കണ്ട യേശുവിനോട്, എന്തുകൊണ്ടാണ് അവരോട് ഉപമകളിലൂടെ സംസാരിക്കുന്ന എന്താണ് ചോദിക്കണ യേശുവിനോട് ശിഷ്യന്മാരെ. അപ്പൊ അവിടെ യേശു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറയണത്? പിന്നെ അതായത് ശിഷ്യന്മാർക്ക് സ്വർഗരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതേസമയം പുറത്തുള്ളവർക്കോ അവർക്ക് ഉപമയിലൂടെയും. എന്നിട്ട് യേശു പറയുന്നുണ്ട് അവിടെ, അതായത് അവർ കണ്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും, കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വരം ലഭിച്ചവരാരാ? വരം ലഭിച്ചവര് ശിഷ്യന്മാരാണ്. സ്വർഗരാജ്യത്തിന്റെ രഹസ്യത്തിന്റെ വരം ലഭിച്ചവരാണ് ശിഷ്യന്മാര്. അതുകൊണ്ടാണ് അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമ്മ പിടിക്കണം. അതുമ്മ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്നും ഓടണ്ട. അപ്പൊ അവിടെ യേശു പഠിപ്പിച്ചത് എന്താണ്? വിവാഹം കഴിക്കണ്ട എന്നാണ് പഠിപ്പിച്ചത്. ആ ഒരു വിഷയത്തുമ്പോ നമ്മൾ പിടിക്കണമായിരുന്നു. പഴയ നിയമത്തിലേക്ക് അയാളെ വിടാതെ അവിടെ പിടിച്ചു നിർത്തണമായിരുന്നു. അല്ല, പഴയ നിയമത്തിക്ക് പോയിട്ടും അവൻ തന്നെ മൂപ്പര് തന്നെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല പഴയ നിയമത്തില്. അത് മറ്റൊരു പോയാൽ അതിലും വലിയ കുറുക്കാവുള്ളൂ. കാരണം പഴയ നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചിട്ടുണ്ട്, വീണ്ടും ഭാര്യമാരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവനക്ക് ചോദിക്കാൻ തന്നെയുള്ള അവസരം ഇല്ലാതായില്ലേ മനസ്സിന്? അല്ല, അത് മാത്രല്ല യേശു തന്നെയല്ലേ പഴയ നിയമത്തിൽ പിന്നെ ഈ ദൈവം എന്ന് പറയുന്നത്? യേശു തന്നെയാണല്ലോ.
അപ്പൊ അവിടെ ഈ ദാവീദിന് നിനക്ക് നിന്റെ പിന്നെ അതായത് നിന്റെ മറ്റേ കർത്താവിന്റെ അല്ലെങ്കിൽ അദോനിയുടെ ഭാര്യമാരെ കൂട്ടുകാരനിട്ട് കൊടുത്തത് ആരാണ്? അവന്റെ അതായത് പിന്നെ ഈ സാവൂളിന്റെ ഭാര്യമാരെ കൂടി ഇയാൾക്ക് കൊടുക്കാന്ന്, ദാവീദിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അത് പറഞ്ഞതാരാ? 1 ദിനവൃത്താന്തം 17:8 പറയണത് പിന്നെ ഈ ദാവീദ് പോയിടത്തെല്ലാം ഈ പിന്നെ ഈ പറയുന്ന ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ. എല്ലായിടത്തും മൂപ്പര ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ ദൈവം ആരാണ്? യേശു തന്നെയാണ്. അപ്പൊ ദാവീദ് പോയിടത്തെല്ലാം ആ ദാവീദിനെ പ്രൊട്ടക്ഷൻ ചെയ്തും കൊണ്ട് ഒപ്പം നടന്നിരുന്ന ആളാണ് ആര്? അവരുടെ വാദപ്രകാരം യേശു ക്രിസ്തു. ഈ ദാവീദിന് ബഹുഭാര്യത്വം പിന്നെ കൊട്ടക്കണക്കിന് ഭാര്യമാരെ കൊടുത്തതാരാ? യേശു ക്രിസ്തു അല്ലേ? അപ്പൊ ബൈബിൾക്ക് പഴയ നിയമത്തിൽ കൂടിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ തന്നെ മത്തായിയുടെ സുവിശേഷം വെച്ച് തന്നെ ഇയാളുടെ വാദം അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. യേശു പറഞ്ഞ എന്താണ്? വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ്. അവിടെ പൊളിഞ്ഞു. യൂനസ്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ ത്രികോണം എന്നുള്ളതില് ഒരു സൈഡില് പിതാവ് ഇരിക്കുന്നു, പിന്നെ ഒരു സൈഡില് പരിശുദ്ധാത്മാവ്, പുത്രൻ. ഓക്കെ, അപ്പൊ ആ ചിത്രം അങ്ങനെ നിൽക്കട്ടെ കേട്ടോ. പിതാവ് എന്ത് ചെയ്തു? പിതാവ് ആ മൂലയിൽ നിന്ന് മാറി പുത്രനുമായി വന്നു. അപ്പൊ ആ മൂല ഒഴിവല്ല. അപ്പോ ആ മൂല ഇപ്പോ എം ടി അല്ലേ? പിതാവ് ഇപ്പൊ എന്ത് ചെയ്തു? പുത്രന്റെ കൂടിയിട്ട് ആഡായി ഒരു സ്ക്വയർ വന്നു അവിടെ, രണ്ടുപേരും ആഡ് ചെയ്തപ്പോ. അപ്പൊ ആ മൂല ഒഴിവ്. അപ്പൊ പിതാവ് ഇപ്പൊ അവിടെ ഇല്ല. പിതാവിന്റെ അപ്പൊ ആ എം ടി ആയിട്ടുള്ള പ്ലേസ് എന്ത് നമ്മൾ എന്ത് പറയും? മനസ്സിലായാൻ പറഞ്ഞേ. ഇവരുടെ ത്രിയേകത്വത്തില് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, ഇപ്പൊ പിതാവ് എന്ത് ചെയ്തു? അവിടുന്ന് മാറി, ആ സ്ഥാനത്ത് നിന്ന് മാറി പുത്രനായി. അപ്പൊ ഈ സ്ഥാനത്ത് പിതാവില്ലല്ലോ. പിതാവ് രണ്ടും കൂടി പുത്രനും കൂടെ ഒന്നായിരിക്കല്ലേ, ഭൂമിയിലേക്ക് വന്നിരിക്കല്ലേ. പിതാവും പുത്രനും കൂടി ഒരുമിച്ചല്ലേ ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ത്രികോണത്തിൽ പിതാവിന്റെ സ്ഥാനം എം ടി അല്ലേ? തീർച്ചയായിട്ടും അവിടെ അല്ലല്ലോ, അത് കാലിയല്ലേ. ആ കാലിയാണ്. അവിടെ അപ്പൊ കാലിയല്ലേ. രണ്ട് ഭാഗത്ത് ഇപ്പൊ വാല്യൂ ഉള്ളൂ, മറ്റേ ഭാഗം എം ടി ആണ്, സീറോ ബാലൻസ് ആണ് അവിടെ ഉള്ളത്. പിതാവ് എന്ത് ചെയ്തു? പിതാവ് നേരെ മുകളിൽ നിന്ന് താഴോട്ട് പിന്നെ 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 മനുഷ്യരൂപത്തിൽ വന്നു. അവിടെ പിതാവും പുത്രനും കൂടി ഒരുമിച്ചാണ് ഇപ്പൊ ഭൂമിയിലുള്ളത്. ഇവിടെ ഇപ്പൊ പരിശുദ്ധാത്മാവ് വേറെ സൈഡിൽ നിൽക്കുന്നു. പിതാവിന്റെ സൈഡ് ഇപ്പൊ എം ടി ആയിട്ടിരിക്കുന്നത്. അവിടെ വാല്യൂ ഇല്ല, അവിടെ സീറോ നമുക്ക് കാണിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അവിടെ സീറോ വാല്യൂ അല്ലേ വരുള്ളൂ. ന്യൂനസ്ക, ഞാൻ വിവാഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കുടുക്കിയിടാതെ അവനെ ഈ തിയോളജിയിൽ ഇവരെല്ലാം നമുക്ക് തൃത്വത്തിൽ കൊണ്ട് എത്തിക്കാനുള്ള പരിപാടിയാണ്. കാരണം തൃത്വം ഇവര് തൊടൂല, തൊടിക്കണം ഇവരെ കൊണ്ട് ഓരോരുത്തരായിട്ട്. ഇവിടെ വന്ന് റസൂലുള്ളാഹിനെ തെറി പറയുന്ന ഓരോരുത്തരെയും തൃത്വം പറയിപ്പിക്കണം, അതിനെത്തിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് വിവാഹത്തില്. നമുക്കറിയാം യുനെസ്ക, അപ്പൊ ഫുൾ ടൈം ഈ ത്രിയേകത്വം എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല എന്നാണ് സത്യം അല്ലേ? എപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടിൽ സീറോ ആയിരിക്കും. എനിക്ക് ആ വിവാഹത്തില് ഞാൻ അധികം പിടിക്കാത്ത അതുകൊണ്ടാണ് യുനെസ്ക. സോറി, നമുക്കത് അടുത്തോടെ ശരിയാക്കാം ഇൻഷാല്ലാ. ആയിക്കോട്ടെ. പിന്നെ ഇവിടെ വേറെ വിഷയമുണ്ട്. ഈ ജഡത്തില് പിന്നെ ഈ പാപത്തിന്റെ ശിക്ഷ വാങ്ങി എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഈ ജഡത്തില് ശിക്ഷ വാങ്ങാൻ കഴിയുക? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല് ജഡമാണോ ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, അതോ ആത്മാവാണോ ഇത് ചെയ്യിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ചർച്ച വരണം. കാരണം എന്താണ്? ജഡമാണ് ചെയ്യിക്കുന്നതെങ്കിൽ ഇപ്പൊ ഒരാള് പിന്നെ ഒരാള് ജഡമാണ് ഒരാളെ കൊണ്ട് പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുന്നതെങ്കിൽ ഈ ആത്മാവ് പോയ ഒരു ശരീരം പിന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യട്ടെ. അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞ ഒരു ജഡം ഉണ്ടല്ലോ, മനുഷ്യന്റെ ഒരു ജഡം. ആ ഒരു ജഡത്തിന് ഇങ്ങനെ പിന്നെ ഇവര് പറയുന്ന രീതിയിൽ പിന്നെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ജഡത്തിൽ എങ്ങനെയാണ് ഇവര് പിന്നെ ഈ പാപത്തിന് പരിഹാരമായിട്ട് അവിടെ മരണം ഏറ്റുവാങ്ങി എന്ന് പറയാൻ കഴിയാം? അപ്പൊ ആ ജഡത്തിൽ കഴിയില്ലല്ലോ. പിന്നെ അവിടെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ?
ഇവിടെ യഥാർത്ഥത്തില് ആദം ചെയ്ത പാപത്തിനാണല്ലോ ഇപ്പൊ ഈ വരുന്നത്. ആദം ചെയ്ത പാപത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിഹാരം എന്ന് പറയുന്നത്. ആദം അവിടെ മരണപ്പെട്ടത് ആത്മീയമായിട്ടാണോ ശാരീരികമായിട്ടാണോ മരിച്ചത്? ഇവിടെ ഇതിന് മറുപടി എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ആദം മരിച്ചിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള മരണമാണോ ആത്മീയമായിട്ടുള്ള മരണമാണോ? ആത്മീയമായ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കേണ്ടത് എവിടെ? ശാരീരികമായിട്ട് ആണ് പിന്നെ ആദം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ ശാരീരികമായിട്ട് ശിക്ഷിക്കണോ അതോ ആത്മീയമായിട്ട് ശിക്ഷിക്കണോ? ഇതിനെന്ത് മറുപടിയാണ് അവർക്ക് പറയാൻ കഴിയുക? ആദം ചെയ്തത് ആത്മീയമായിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ആത്മീയ മരണമാണെന്ന് പറയണം. അതല്ല, ആദമിന് തെറ്റിയ തെറ്റിന് അദ്ദേഹത്തിന് ശാരീരിക മരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളെങ്കിൽ ശാരീരിക മരണമാണെന്ന് പറയണം. ഇത് രണ്ട് പറഞ്ഞാലും അവർ കുടുങ്ങും. രണ്ട് പറഞ്ഞാലും കുടുങ്ങും. ആദം ആത്മീയപരമായി മരിച്ചു എന്ന് പറയുമ്പോ അവിടെ പിന്നെന്താണ്? ആത്മീയമായി ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലേ പിന്നെ അവിടെ ശിക്ഷ വിധിക്കേണ്ടത് ആത്മാവിനാണ്. ശാരീരികമായിട്ട് അദ്ദേഹത്തിന് തിന്മ ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തെ വിധിക്കേണ്ട ശാരീരികമാണ്. പക്ഷെ എന്താണ്, ഇവിടെ ശാരീരികമായിട്ട് ഒരു ശിക്ഷ ഒരിക്കലും ഒരു വ്യക്തിക്ക് വിധിക്കാൻ കഴിയില്ല. കാരണം അവന് ആത്മാവ് അവനിൽ നിന്നും പോകുന്നതോടുകൂടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ആത്മാവ് പിന്നെ നിർജീവാണ്. ആത്മാവ് നിർജീവാണ്. പിന്നെ എങ്ങനെയാണ് അതിന് ശിക്ഷ വിധിച്ചു എന്ന് പറയാൻ കഴിയുക? അത് കഴിയില്ലല്ലോ. കാരണം ഒരു ശരീരത്തെ കൊണ്ട് ഒരു നന്മയോ തിന്മയോ ചെയ്യാൻ കഴിയില്ല. അതിലൊരു ആത്മാവും അതിന്റെ ജീവനും ഇല്ലാതെ. അപ്പൊ ആ നിലക്കുള്ള ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ പക്ഷത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫാദർ സാഹിബ്, ഈ ആത്മീയമായിട്ട് ആദം മരണപ്പെട്ടു എന്ന് പറയാൻ കഴിയുമോ ഇവർക്ക്? ആത്മീയമായിട്ട് ആദം മരണപ്പെട്ടു പോയി എന്ന് ഇവർക്ക് പറയാൻ കഴിയുമോ? ദൈവത്തിൽ നിന്ന് ആത്മീയമായിട്ട് അകന്നുപോയി എന്നുള്ളതേ അവർ പറയുള്ളൂ. അതാണ് സംഭവം. ആദമിന് സംഭവിച്ചത് ആത്മീയ മരണമാണെന്നും ശാരീരിക മരണമാണെന്നും പറയാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് അവർക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി തീരും.